വർഗീയത എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ഈ രാജ്യത്ത്. അത് കർഷകർക്കും പാവപ്പെട്ട തൊഴിലാളികൾക്കും അധ്വാനിക്കുന്നവർക്കും ഒക്കെ നീതി കിട്ടുന്നതിനും വലിയ തടസ്സമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുനമ്പത്ത് നമ്മൾ കാണുന്നത്. മുനമ്പം എന്ന് പറയുന്നത് അവിടെ പാവപ്പെട്ട കുറേ കർഷകർ അവർ വില കൊടുത്ത് വാങ്ങിയ വസ്തുവാണ്. അവർക്കിപ്പോൾ അതിൻ്റെ കരമടച്ച് അത് സ്വന്തമാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം എന്താ? വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുക അത് തങ്ങളുടെയാണ്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോയ പണ്ടങ്ങോ ഒരു മഹാരാജാവ് ഗുജറാത്തിൽ വന്ന ഒരു സേട്ടുവിന് കൊടുത്തതാണ് ആ ഭൂമി. ആ ഭൂമി പാട്ടത്തിനാണ് കൊടുത്തത്. അത് അദ്ദേഹം വിലയ്ക്ക് വിറ്റു, ഫാറൂഖ് കോളേജിന് കൊടുത്തു. എന്നിട്ടോ അത് പിൽക്കാലത്ത് കുറേ പാവപ്പെട്ട ആൾക്കാർ തീരദേശത്ത് അത് വിലയ്ക്ക് വാങ്ങിച്ച് അവർ കൃഷി ചെയ്തും അവിടെ ദേഹണ്ണം ചെയ്തും പരിപാലിച്ച് പോരുകയാണ്, അവരുടെ സ്വന്തമാക്കി. അതിപ്പോൾ അല്ല, പണ്ടങ്ങോ വഖഫ് എന്ന് ഈ സേട്ടു എഴുതി വെച്ചിട്ടുണ്ട് പോലും, ഒരു കുരുക്കിട്ട് വെച്ചിട്ടുണ്ട്. ആ കുരുക്ക് മൂലം ഇപ്പോൾ അവരുടെ കഴുത്തിലുള്ള കുരുക്കായിട്ട് അത് മാറിയിരിക്കുക. ജീവിതത്തിനും ആത്മഹത്യക്കും ഇടയിൽ അവർ കിടന്ന് നിലവിളിക്കുകയാണ്, അവർ കിടന്ന് പിടയുകയാണ്. എന്നിട്ടിപ്പോൾ കേരള ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുക അന്വേഷിക്കാൻ വേണ്ടി. അവർക്ക് വേണ്ടത് ജുഡീഷ്യൽ കമ്മീഷനല്ല, അവർക്ക് വേണ്ടത് വസ്തുവാണ്, അതിലുള്ള അവകാശമാണ്. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റും? നിലവിലുള്ള നിയമം അനുസരിച്ച് മാത്രമേ ഒരു വിധി പറക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത് വഖഫ് പ്രോപ്പർട്ടിയാണ്, മറ്റാർക്കും കൈവശം വെക്കാൻ അവകാശമില്ല. ഇത് കർഷകരെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടുകൂട്ടരാണ്, സംശയമില്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതെല്ലാം കണക്കെടുത്തുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം തന്നെ ഇങ്ങനെ വഖഫായി, പല ക്ഷേത്രങ്ങളും വഖഫായി, പല പള്ളികളും ഇന്ത്യയുടെ പാർലമെൻറ്റും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഇങ്ങനെ ആയിത്തീരാം. വഖഫ് എന്ന് പറയുന്ന ഈ പണ്ട് തലാഖ് എന്ന് പറഞ്ഞാൽ ഉടനെ വിവാഹമോചനം വരുന്നത് പോലെ വഖഫ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്വന്തമായി. നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു തരി മണ്ണ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും എല്ലാ മതത്തിൽപ്പെട്ടവരുമായി തീരുമെന്നുള്ളത് കൊണ്ട് ആ നീതി അവസാനിപ്പിക്കാൻ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ നിഷ്കരണം തള്ളി അതിനെതിരെ പ്രമേയം പാസ്സാക്കി, കൈയടിച്ച് പാസ്സാക്കി വർഗീയതയുടെ പേരിൽ കേരള നിയമസഭ. എന്നിട്ടിപ്പോൾ ഇവിടെ അവർക്ക് നിലപാടെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അത് പ്രകാശ് ജാവ്ദേക്കർ അവിടെ പോയി ധൈര്യപൂർവ്വം പറഞ്ഞു, ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുന്ന ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് നീതി കിട്ടും. അതുതന്നെയാണ് അതിൻ്റെ ശരി.